ഗ്യാസ് ട്രബിൾ അതുപോലെ കീഴ്വായുവിന്റെ ശല്യം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനോടനുബന്ധിച്ച് വയറെരിച്ചില്, നെഞ്ചെരിച്ചില്, പൊളിച്ചു തേട്ടി വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. സംസാരിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പുളിച്ചു തേട്ടി വരുന്നതും കീഴ്വായു ശല്യവും കൂടും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതും നല്ലതല്ല. പിന്നെ രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കണം, നല്ലതാണ്. ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അസിഡിറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ശീലം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മലശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ഡെയിലി ഒരേ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളാണ്. വയറ് കാലിയാക്കിയിട്ടിടാൻ പാടില്ല. അസിഡിറ്റിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വയറ് കാലിയാക്കിയിട്ടിടാൻ പാടില്ല. ചെറിയൊരു അളവിൽ ഭക്ഷണം 6 നേരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി അതുപോലെ നോൺ വെജ് ഒക്കെ കുറയ്ക്കായിരിക്കും നല്ലത്. കാരണം വെളുത്തുള്ളി നോൺ വെജ് ഒക്കെ ഒരുപാടായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കീഴ്വായുവിന്റെ സ്മെല്ല് കൂടും. പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണ്, ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ വെളുത്തുള്ളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉള്ളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കും നല്ലത്. പോയി വന്നതിന് ശേഷം നിങ്ങൾ കഴിച്ചാലും പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു കീഴ്വായുവിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജീരകം കഴിക്കാവുന്നതാണ്. ജീരകം നമ്മൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അല്ലെങ്കിൽ ചവച്ചരച്ച് ചെറിയൊരു അളവിൽ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. ഇഞ്ചി അരച്ചിട്ട് ഇതുപോലെ നമ്മൾക്ക് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കുറച്ചധികമായിട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് വല്ലാതെ നെഞ്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറിലൊക്കെ ഗ്യാസ് കയറിയിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇഞ്ചിയൊക്കെ എടുത്ത് ചതച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അതുപോലെ അയമോദകം നല്ലതാണ്. അയമോദകം നമ്മൾക്ക് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാണെങ്കിലും കുടിക്കാം. പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കണം. മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കണം. അതുപോലെ രാത്രി നിങ്ങളൊരു 7 മണിക്ക് മുന്നായിട്ട് ഭക്ഷണം കഴിക്കുകയായിരിക്കും നല്ലത്. രാത്രിയിലത്തെ ഭക്ഷണത്തിൽ പറ്റുമെങ്കിൽ പയറ്, പരിപ്പ്, കടല വർഗ്ഗങ്ങളൊക്കെ കുറയ്ക്കുകയായിരിക്കും നല്ലത്. ചിലപ്പോൾ ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ രാത്രി ആസിഡിറ്റി അതുപോലെ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.